ഹായ്. ഇപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു സെയിൽ വീഡിയോ അല്ലെങ്കിൽ ഒരു പ്ലാന്റ്സിൻ്റെ വീഡിയോ ഒന്നുമല്ല. ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ പപ്പിക്കുട്ടിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഈ ഒരു പപ്പിക്കുട്ടിയെ ഇന്നലെ രാത്രി എൻ്റെ മകൾ ജോലി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ ചന്ത കഴിഞ്ഞാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ചന്തയിൽ വെച്ച് എടുത്തുകൊണ്ട് വന്ന ഒരു പപ്പിക്കുട്ടിയാണ് ഈ കാണുന്നത്. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ അവൻ്റെ ദേഹം നിറയെ ചെള്ള്, ഈച്ച, ഉറുമ്പ്, പറക്കുന്ന ചെള്ള്, അല്ലാതുള്ള ചെള്ളുകൾ. അപ്പോൾ അങ്ങനെയുള്ള ചെള്ളുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം രാവിലെ ഡോക്ടറെ കണ്ട് ഈ ഒരു സോപ്പ് ഡോക്ടർ എഴുതി തന്ന ഒരു സോപ്പാണ്. അപ്പോൾ ഇത് നന്നായി തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ ചെള്ള്, ഈച്ച അങ്ങനെയുള്ള പ്രാണികളൊന്നും അവനെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന സോപ്പാണത്. അപ്പോൾ ആ സോപ്പിട്ട് നമുക്കിന്ന് ഇവനെ നന്നായി കുളിപ്പിച്ച് എടുക്കാം. അപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് ഇതായി ഒഴിച്ചിട്ട് നമുക്ക് ഇവനെ കുളിപ്പിച്ചെടുക്കാം. അപ്പോൾ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ അവൻ നല്ല സഹകരണമായിരുന്നു. കുറേ ദിവസത്തെ പരിചയമുള്ളത് പോലെയാണ് അവൻ എന്നോട് പെരുമാറിയത്. കുളിപ്പിക്കുന്ന സമയത്ത് ഒരു ഇഷ്ടക്കേടും അവനില്ലായിരുന്നു. നന്നായിട്ട് എന്നോട് സഹകരിച്ച് നന്നായിട്ട് ഞാൻ സോപ്പ് തേച്ച് പതച്ച് ദേഹം നിറയെ സോപ്പ് പതച്ച് 1-2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം മാത്രം അതിനെ കഴുകി കളഞ്ഞാൽ മതിയെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്തതും. അടിപൊളിയായിട്ട് ഞാൻ കുളിപ്പിച്ച് തേച്ച് പതപ്പിച്ച് അവനൊരു പിണക്കവും ഇല്ലായിരുന്നു, അവനൊരു കരച്ചിലോ വിളിയോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അവനൊന്ന് കുളിച്ചാൽ മതിയെന്നുള്ള ഒരു മട്ടായിരുന്നു. അത്ര കണ്ട് നല്ല കുട്ടിയായിട്ട് എന്നോട് സഹകരിച്ച് നിന്നത് കാണുമ്പോൾ തന്നെ അറിയാലോ. ദേഹം അപ്പടി ചെളിയും അഴുക്കും ഒക്കെ ആയിരുന്നു. അപ്പോൾ നന്നായിട്ട് അവനെ കുളിപ്പിച്ച് എടുക്കുന്നുണ്ട് ഞാനിതുപോലെ 2-3 പ്രാവശ്യം ഇതുപോലെ ഞാൻ പപ്പിക്കുട്ടികളെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരിക്കൽ ഒരു ലാബിൻ്റെ കുട്ടീനെ ആരോ കൊണ്ട് ചന്തയിൽ ഉപേക്ഷിച്ചിരുന്നു. അതെന്തോ അസുഖം ബാധിച്ചാണ് കൊണ്ട് കളഞ്ഞിരുന്നത് ഞാൻ അറിഞ്ഞില്ല. എങ്കിലും ഞാൻ എടുത്തുകൊണ്ട് വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി നന്നായി നോക്കിയെടുത്ത്. അപ്പോൾ പർവ്വ വൈറസ് എന്ന് പറഞ്ഞാണ് ഡോക്ടർ മരുന്ന് ചെയ്ത് അപ്പോൾ അവന് പർവ്വമൊന്നും അല്ലായിരുന്നു തോന്നുന്നു. അവനങ്ങനെ മലത്തിൽ കൂടെ ബ്ലഡോ അങ്ങനെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ ചെള്ള് ഇഷ്ടം പോലെ ഉണ്ട്. ചെള്ള് പനി അങ്ങോട്ട് ആയിരുന്നു. പക്ഷേ ചികിത്സയിൽ വന്ന പിഴ കാണാമെന്നറിഞ്ഞൂടാ. അവനെ കൊണ്ടുപോയി ഇഞ്ചക്ഷനും ട്രിപ്പും ഒക്കെ ഇറക്കി പിറ്റേ ദിവസമായപ്പോൾ അവൻ ചത്ത് കിടന്നു. അതുപോലെ വേറൊരു പട്ടിക്കുട്ടീനെ ഇതുപോലെ എടുത്തുകൊണ്ട് വന്ന് അത് നല്ല ഫിറ്റ്സിൻ്റെ അടിപൊളി പട്ടിയായിരുന്നു. അതിന് കൊണ്ടുവന്ന് നല്ല വൃത്തിയാക്കി എടുത്ത് കുളിപ്പിച്ച് ഡോക്ടറെ കാണിച്ചപ്പോഴേക്കാണ് അവനൊരു അസുഖം ഉണ്ടായിരുന്നത്. അവന് ശ്വാസം മുട്ടായിരുന്നു. ആസ്മ വരും പോലെ അവനൊന്ന് കുരച്ചാലോ അവന് പിന്നെ വല്ലാതെ ശ്വാസമെടുപ്പായിരുന്നു, കിതപ്പായിരുന്നു. അവനും അങ്ങ് ചത്തുപോയി എൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ ഒരു മുതുക്കം വന്ന് കിടപ്പുണ്ട്. അവൻ ആശുപത്രിയിലൊന്നും കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ മരുന്നെല്ലാം വാങ്ങിക്കൊടുക്കും. അവനൊന്ന് കുളിപ്പിക്കാനൊന്നും അവൻ സമ്മതിക്കത്തില്ല. അവൻ ആളൊരു ടെററാണ്. അവനും ഇതുപോലെ അടിപൊളി സുന്ദരനാണ്. എങ്കിലും ഞാൻ ഭക്ഷണമൊക്കെ കൊടുക്കും, ഇവിടെ വന്ന് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതെൻ്റെ മകൾ കണ്ടിഷ്ടപ്പെട്ട് അവൾക്ക് വളരെ പ്രിയപ്പെട്ടത് ആയതുകൊണ്ടാണ് ഞാൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ എടുത്തുകൊണ്ട് വന്ന് ഞാനിതാ കുളിപ്പിച്ച് നന്നായിട്ട് അവൻ്റെ ദേഹത്തെ വെള്ളം എല്ലാം തുടച്ച് ഈ മുഖത്തൊക്കെ ചെറിയ ഈ ചെള്ള് കടിച്ച പാടുകളും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഞാൻ മരുന്നെല്ലാം ഇട്ട് കൊടുത്ത് നല്ല സുന്ദരനാണ്. പിന്നെ ഈ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയാണ്. നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു പപ്പിക്കുട്ടിയാണവൻ. അവൻ്റെ ദേഹത്തെല്ലാം ചെള്ള് കടിച്ചതിൻ്റെ പാടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ചെള്ളുകളൊക്കെ ഞാൻ നുള്ളി പറക്കി കളഞ്ഞ് കുറച്ചൊക്കെ ഞാൻ കോതിയെടുത്ത് കളഞ്ഞ് കേട്ടോ. ഇതൊക്കെ ചെള്ള് കടിച്ചതിൻ്റെ പാടുകളാണ്. വലിയ ചെള്ളുകളാണ്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ പപ്പിക്കുട്ടികളുടെ അവസ്ഥ. കാരണം ഇതുപോലെ നോക്കാൻ ആളില്ലെങ്കിൽ ഇതുപോലെ ചെള്ള് കടിച്ച് നമ്മുടെ ഇഷ്ടം പോലെ ഉണ്ട്. നല്ല മിടുക്കനായിട്ടുണ്ട്. കൂട്ടിനകത്ത് അവൻ നല്ല ആക്റ്റീവാണ്. അവനെൻ്റെ ഒരു തത്തക്കൂട്ടിനകത്ത് ഞാൻ ഇട്ടേക്കാണ് താൽക്കാലികമായിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ബൈ.